ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് തന്നെ പറയട്ടെ, ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം പോയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതിന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ഞങ്ങളിന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. ഏട്ടനും അമ്മയും കുട്ടികളും ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ പണികൾ പതിവ് പോലെ തുടങ്ങുകയാണ്. ചിക്കൻ ഇന്നലെ രാത്രി തന്നെ കുറച്ച് വാങ്ങിച്ചപ്പോഴും മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് അവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോയെന്ന് വെച്ചാൽ ഇന്ന് കർക്കിടകം 18 എന്തോ ആണ്. അപ്പം അമ്പലത്തിൽ ഗണപതി ഹോമം ആനയൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പോയി പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ രാവിലത്തേക്ക് ഞാൻ ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതൊന്നും ഞാനിതിനകത്ത് കാണിക്കുന്നില്ല. ഞാനിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ. അപ്പം ഞാൻ ആദ്യം തന്നെ വീഡിയോ എടുക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ വോയിസ് ഒന്നും ക്ലിയർ അല്ല, ഒന്നും കേൾക്കുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉദ്യമം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്കിനി ചോറ് വെക്കണം, കറി വെക്കണം, അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം കേട്ടോ. ഞാൻ ചോറിന് വേണ്ട വെള്ളം വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറിലാണ് കേട്ടോ ഞാൻ ചോറ് വെക്കാറുള്ളത്. അപ്പം വെള്ളമൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ചിക്കൻ കൊണ്ടുവന്നപ്പോൾ 2 ചിക്കൻ വറുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതാണ്. ഇപ്പോൾ നമ്മൾ വറുത്ത് വെക്കണം അല്ലെങ്കിൽ കറി വെക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞങ്ങളങ്ങനെ അധികം വറുത്ത് വെക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ വറുക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ചോറ് വെക്കാൻ വേണ്ടി നിന്നപ്പോൾ മക്കളൊക്കെ വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മ ചിക്കനായോ എന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ നമ്മളപ്പോൾ വന്നതല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യും മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ റേഷനരി ചോറാണ് വെക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവരിങ്ങനെ കുട്ടികളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വേഗം റേഷനരിയാണ് എടുത്തിട്ടത്. റേഷനരിയാണ് ഭൂരിഭാഗം ദിവസങ്ങളിലും, മിക്ക ദിവസങ്ങളിലും, എല്ലാ ദിവസങ്ങളിലും റേഷനരിയാണ് ഞങ്ങൾ വെക്കാറുള്ളത്. പിന്നെ മറ്റേ അരി വല്ലപ്പോഴും റേഷനരി തീരുന്ന സമയത്ത് മറ്റേ അരി സ്റ്റോക്കായിരിക്കും, വല്ലപ്പോഴും എടുത്ത് ഉണ്ടാക്കും. അങ്ങനെ എല്ലാവർക്കും റേഷനരി തന്നെയാണ് കേട്ടോ ഇഷ്ടം. എനിക്കായാലും റേഷനരിയാണ് ഇഷ്ടം. കൂടുതൽ എനിക്ക് മറ്റേ അരിയാണ് ഇഷ്ടം. നമ്മുടെ കുറുവ എന്നൊക്കെ പറയും, മഞ്ഞക്കുറുവ, വെള്ളക്കുറുവ എന്നൊക്കെ പറയും. എനിക്ക് മഞ്ഞക്കുറുവാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ നമ്മൾ റേഷനരിയാണ് എല്ലാവരും കഴിക്കാറുള്ളത്. പിന്നെ അതിലാണ് ഞാൻ ചോറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരാൾ വന്ന് നോക്കിയപ്പോൾ അടുത്ത ആളും വന്നിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ വന്നൊന്നിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദത്തിലെ കൽക്കണ്ടൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനെന്തോ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പണികൾ വേറെ ബാക്കിയുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഗണപതി ഹോമം കഴിച്ചായിരുന്നു. കർക്കിടകം 18 എന്തോ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ. ഗണപതി ഹോമൊക്കെ ഉണ്ടായി അമ്പലത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പം അതൊക്കെ നടത്തി പ്രസാദമൊക്കെ ഓൾറെഡി ചീട്ട് കുറേ മുന്നേ നമ്മൾ എടുത്തായിരുന്നു. പിന്നെ എന്നിട്ട് പോയിട്ട് പ്രസാദം വാങ്ങിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ്റെ ഭയങ്കര ഇപ്പോഴും അതിങ്ങനെ ഭയങ്കര എന്താ പറയുക, കല്ല് പോലെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഒന്നായിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് എനിക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. നമ്മുടെ സവാള നുറുക്കുക, അതായത് നമ്മുടെ ഉള്ളി, സവാള, വെല്ലുള്ളി, പല സ്ഥലത്തും പലതരത്തിൽ പറയാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാം. അതിന് മുമ്പ് കുറച്ച് പാത്രങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഞാൻ കഴുകുകയാണ് കേട്ടോ. അപ്പം ഏട്ടനൊക്കെ പുറത്തുണ്ട്. ഏട്ടന് ഹെൽപ്പ് ചെയ്യും എനിക്ക്. ഏത് ദിവസമായാലും ആൾക്ക് ജോലിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ എനിക്കെന്താ പുറത്തുനിന്ന് എന്തോ കുറച്ച് ജോലികൾ അപ്പുറത്തൊക്കെ ആയിട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. അതാണ് ആളെ ഇപ്പോൾ വീഡിയോയിൽ കാണാത്തത്. പുറത്തുണ്ട് ആൾ. ഇച്ചിരി കഴിയുമ്പോൾ വന്നോളും വീഡിയോയിൽ കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളെല്ലാം നല്ലോണം കഴുകി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെല്ലാം വെച്ചു. പിന്നെ ചോറിന് അവിടെ അരി ഇട്ടിട്ടുണ്ട്. നമുക്കത് ഞാൻ സാധാരണ മറ്റേ നല്ല അരിയൊക്കെ ആണെങ്കിൽ റൈസ് കുക്കറിൽ വെച്ചിട്ട് ഒരു വേവ് അനുസരിച്ച് മാക്സിമം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണം. ഈ റേഷൻ അരി കൊണ്ട് ഞാൻ റൈസ് കുക്കറിൽ വെക്കാറില്ല. അടുത്തുള്ള ചോറ് തിളച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലോണം മൂടി വെച്ചിട്ട് മുറിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആൾ ഒന്ന് ശരിയാക്കി തരുന്നു. പിന്നെ ഞാൻ പോയി കുറച്ച് നേരം 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഒന്ന് മൂടിയൊക്കെ ആയിട്ട് നല്ലോണം വെട്ടി കൊടുക്കും പാകത്തിനുള്ള വേവിൽ. അപ്പോഴത്തേക്ക് ഞാൻ അവരുടെ കൂടെ സവാള നക്കളൊക്കെ അവിടെ നിന്ന് മുറിക്കാറുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ച് അങ്ങോട്ട് ഇരിക്കാമല്ലോ. പിന്നെ ഞങ്ങൾ 1-2 മണികൾ അങ്ങനെ പുരോഗമിച്ചുള്ള കാര്യങ്ങളും ഏട്ടാ അങ്ങനെ ചെയ്യണം ഏട്ടാ. പിന്നെ ഇതെന്തേ ഇപ്പം ദാസ നമുക്ക് അങ്ങനെ ചെയ്യണ്ടേ, അതെന്ത് ഇപ്പം നിനക്ക് അങ്ങനെ തോന്നി വിജയ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഓരോ അഭിപ്രായങ്ങളും ഓരോ കാര്യങ്ങളും ഓരോ വിഷയങ്ങളും ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ
ഏട്ടന് മുടിവെട്ടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മോള് വന്ന് ചോദിച്ചു, അച്ഛാ ബാർബർ ഷോപ്പിൽ കാണുന്ന പോലെ മറ്റേ സാധനം ഇല്ലേ, ഇങ്ങനെ സ്പ്രേ അടിക്കുന്ന സാധനം തലമുടിയിൽ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ കാണിച്ചിട്ട് ഇപ്പോൾ ശരിയാക്കി തരാട്ടാന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ട് മോളോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം റെഡിയായി പിന്നെ നോക്കിക്കോളാം എന്താ ചെയ്യുന്നതെന്ന്. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. മോന് ദേഷ്യം വന്നു, അമ്മ എൻ്റെ മുടിയിലും മുഖത്തൊക്കെ തുപ്പുന്നെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് എന്താ പറയുക തമാശ ഞങ്ങൾ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് അവർ കുളിക്കൊക്കെ ചെയ്യണം. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ കറീൻ്റെ കാര്യം റെഡിയാക്കണം, എന്നാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിക്കനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കൂടി നമ്മൾ ശരിയാക്കിയിട്ട് നമ്മൾ പുറത്തെ അടുപ്പിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നോക്കുമ്പോഴാണ് ഒടുക്കത്തെ മഴയായിരുന്നല്ലോ ഈ കുറേ ദിവസങ്ങൾ. അപ്പോൾ വിറകും കാര്യങ്ങളും, അപ്പോൾ അടുപ്പൊക്കെ അങ്ങനെ ആകെ എന്താ പറയുക കിട്ടിയ കുറേ ഓലക്കൊള്ളിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കത്തിക്കുന്നത്. 4 ഭാഗവും നല്ലോണം കത്തിച്ച് വെക്കുന്നുണ്ട്. പിന്നെ കുട്ടികളും വന്നിട്ട് അവർക്ക് ഇളക്കണം എന്നിട്ട് ഇടയിൽ എടുക്കുന്നുണ്ട്. അപ്പം ഗ്രേവി റെഡിയായി. അതിനുശേഷം നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട്. 2 കിലോ ചിക്കനാണ് ഓൾറെഡി മസാല പുരട്ടി വെച്ചതാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ചിക്കനിന്ന് തണുപ്പ് വിട്ട് മാറിയിട്ടില്ല. പക്ഷെ നമ്മൾ ഗ്രേവി റെഡിയാക്കി പോയല്ലോ, അപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ കറി അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അത് അവിടെ കിടന്ന് മൂടി വെച്ച് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് എൻ്റെ കുട്ടികൾ രണ്ടാളും അച്ഛൻ്റെ ബൈക്ക് സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് തുടങ്ങിയിട്ടാണ് കളി. രണ്ടാളും കമോൺ ബേബി ലെറ്റ്സ് ഗോ ഓൺ ദി ബുള്ളറ്റ് എന്ന് പറഞ്ഞ പാട്ടാണ്. അത് വെച്ചിട്ട് റീൽ എടുക്കാനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കളിക്കുന്ന രണ്ടാളും നല്ല അടിപൊളി കണ്ണടൊക്കെ വെച്ചിട്ട് രണ്ടാളും കളിക്കുന്നുണ്ട് കേട്ടോ. അവരവിടുന്ന് കളിക്കട്ടെ, ചിക്കൻ അവിടുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പണികളെടുത്ത് നോക്കണമല്ലോ, എന്നാലേ നമുക്ക് ഞായറാഴ്ച കുറച്ചെല്ലാവരും ഒരുമിച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അലക്കാനുള്ളത് മെഷീനിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അലക്കൽ അവിടെ ഇങ്ങനെ നല്ലോണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ അലക്കിയിട്ടിട്ടുണ്ട്. കറി അവിടെ കിടന്ന് ആവുന്നുണ്ട്. ഇനി അപ്പം വെയിൽ അത്യാവശ്യം നല്ലോണം ഇന്നലെ വരെ മഴ, ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ നല്ല വെയിലായ കണ്ടപ്പോൾ പിന്നെ കുറച്ച് മുളകൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ സപ്ലൈക്കോന്ന്. അപ്പോൾ ആ മുളകൊക്കെ നല്ലോണം ഒന്ന് വിരിച്ചിട്ടുണ്ട്. മോനാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ മുളകൊക്കെ നല്ലോണം ഒന്ന് വിരിച്ചിട്ട് മുളകും മല്ലിയൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പക്ഷെ കാര്യം ഉണ്ടായില്ല, ആ നല്ലൊരു വെയിൽ പോയപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ, എന്നാലും മുളക് അത്യാവശ്യം ഉണങ്ങി കിട്ടി. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വേഗം എടുത്തും വെച്ച് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ചും കൂടി വാങ്ങിയിട്ട് വേണം ഒരുമിച്ച് കൊണ്ടുപോയി നമുക്ക് പൊടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്തായാലും നമുക്ക് മുളക് പൊടി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ, മുളക് പൊടിയായിട്ട്. സപ്ലൈക്കോ ഉള്ളതൊക്കെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എന്തായാലും ഉപകാരം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനത്തെ അവസരങ്ങളിൽ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ മുളകും മല്ലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളെ പറമ്പിൽ. അപ്പോൾ നല്ലോണം കൈ കൊണ്ടൊന്ന് നല്ലോണം എന്താ പറയുക വിരിച്ചിട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം ചൂട് തട്ടാൻ വേണ്ടി. ചില ആൾക്കാർ മുളകൊക്കെ കഴുകിയിട്ടൊക്കെ വെക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെയാണ് വെച്ചത്. അപ്പം അത് വെച്ചിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അത്. പിന്നെ അത് അവിടുന്ന് നടക്കുന്നുണ്ട്. ആ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ വെറുതെ മോനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ആകുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഷെഫ് നമ്മളോട് ടേസ്റ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് ഭക്ഷണത്തിന് ടേസ്റ്റ് വെക്കുന്ന ആളെന്ന്. ഞാൻ വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു, വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതെന്ന് ആരും ചിന്തിക്കേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പും എരിവും ആ നല്ല രുചിയൊക്കെ നല്ല കറക്റ്റായിട്ട് അറിഞ്ഞു. ഒരു പൊടിയും കൂടിയും കുറഞ്ഞോ ഒന്നും നിൽക്കുന്നില്ല, എല്ലാം പാകത്തിന്. കണ്ടപ്പോഴാണ് അതിൻ്റെ അപ്പുറം എനിക്ക് അത്രയും ഇഷ്ടമായി. പക്ഷേ ഇത് നമ്മൾ ഗ്രേവി ആയിട്ട് തന്നെയാണ് എടുത്തത്. പക്ഷെ കുറച്ചുകൂടി ഒരു ഗ്രേവി എന്താ പറയുക സെമി ഗ്രേവി ആയിട്ടെടുത്തു, കുറച്ചുകൂടി കട്ടിയിലായിട്ടെടുത്തു കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ചോറ് കഴിക്കണം. അപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ കുളിച്ച് റെഡിയായി സുന്ദരക്കുട്ടി എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് ഇട്ടു. ചിക്കൻ ഉണ്ടാകുമ്പോൾ പിന്നെ അത് മാത്രം മതിയായി. ഞങ്ങളെല്ലാവരും കൂടി ചോറുണ്ടത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത പരിപാടി ഗാനമേളയാണേ. നമ്മളെല്ലാവരും പാടിയൊക്കെ ഇരുന്ന് ടി വിയിലൊക്കെ ചിലപ്പോൾ മ്യൂസിക് വെച്ചിട്ട് ഇങ്ങനെ പാടും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം അടുക്കളയിൽ വന്നിട്ടുണ്ട്. അച്ഛനും മോനും കൂടി ചിക്കൻ എടുത്ത് പടക്കുന്നുണ്ട്. രണ്ടാളും ഇതുപോലെ ആക്ഷനും കാണും. എന്നെ കണ്ടാൽ അപ്പാട് ചിക്കനൊക്കെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ കണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ സംഭാരം ഉണ്ടാക്കി കുടിക്കുകയാണ്, എല്ലാവർക്കും സംഭാരം വേണമെന്നുണ്ട്. അപ്പോൾ മോനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ ഇന്ന് രാത്രി ചന്ദ്രൻ ഇതാ ഇത്രയും അടിപൊളിയിലായിരുന്നു കേട്ടോ. പിന്നെ ഒന്നുമില്ല, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അത്ര ലിറ്റായിട്ട്